പ്രഹസ്തന്റെ പതനം ലങ്കയെ നടുക്കി. തന്റെ വിശ്വസ്തനായ സേനാപതി വീണതെറിഞ്ഞ രാവണൻ സർവ്വനിയന്ത്രണവും വിട്ട് ഗർജിച്ചു. ഇനി ആരെയും കാത്തുനിൽക്കാനില്ല. ലങ്കാധിപൻ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആകാശത്തെ കറുപ്പണിച്ചുകൊണ്ട് രാവണന്റെ രഥം മുന്നോട്ട് കുതിച്ചു. യുദ്ധക്കളത്തിൽ രാവണൻ ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു. അവന്റെ അസ്ത്രങ്ങൾ വാനരപ്പടയെ കരിച്ചുകളഞ്ഞു. സുഗ്രീവനും ഹനുമാനും രാവണനെ തടയാൻ നോക്കിയെങ്കിലും രാവണന്റെ അമാനുഷിക കരുത്തിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ ലക്ഷ്മണൻ രാവണൻ നേർക്ക് വന്നു. ഇരുവരും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. രാവണൻ തന്റെ പക്കലുള്ള ഭീകരമായ ശക്തി എന്ന ആയുധം ലക്ഷ്മണൻ നേരെ പ്രയോഗിച്ചു. ആ ആയുധത്തിന്റെ ആഘാതത്തിൽ ലക്ഷ്മണൻ ബോധരഹിതനായി വീണു. വാനരപ്പട ഭയന്നു വിറച്ച ആ നിമിഷം സാക്ഷാൽ ശ്രീരാമൻ തന്റെ വില്ലുമായി രാവണൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാമനും രാവണനും തമ്മിലുള്ള ആ പോരാട്ടം പ്രപഞ്ചത്തെ വിറപ്പിച്ചു. രാമന്റെ ഓരോ അമ്പും രാവണന്റെ ആയുധങ്ങളെയും കിരീടത്തെയും തകർത്തെറിഞ്ഞു. ഒടുവിൽ ആയുധങ്ങളില്ലാതെ, തേരില്ലാതെ, തല കുനിച്ചു നിൽക്കുന്ന രാവണനോട് രാമൻ ആ വിഖ്യാതമായ വാക്കുകൾ പറഞ്ഞു. ഇന്ന് നീ പോയി വിശ്രമിക്കൂ. നിരായുധനെ ഞാൻ കൊല്ലില്ല. നാളെ നിന്റെ ആയുധങ്ങളുമായി വരൂ. ലങ്കയുടെ ചരിത്രത്തിൽ രാവണൻ ആദ്യമായി തലകുനിച്ചു മടങ്ങി.